ലാംഗ്വേജ് ഒരുമാതിരിപ്പെട്ട ഹിന്ദി, ഇംഗ്ലീഷും മലയാളം എല്ലാം ഒരുപാട് അത്യാവശ്യം നന്നായിട്ട് അറിയാം. +2 ഫെയിലാണ്, പോയിട്ടില്ല. നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രോക്കൺ ഫാമിലിയാണ്. അതാണ് ഇതിലേക്ക് വീഴാൻ കാരണം, ഡ്രഗ്സ് ഉപയോഗിക്കാൻ കാരണം. അനാഥനാണ്, വേറെ ആരും ഇല്ല. കുറ്റബോധം ഇല്ല. ഏതാ പ്രതിച്ചിട്ട് ഇന്ന് രാവിലെ എത്തിച്ചേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പം നമ്മളിത് ഐഡന്റിഫൈ ചെയ്ത് അകത്തേക്ക് ഫോട്ടോ കാണിച്ച് കഴിഞ്ഞിട്ട് പുള്ളി വീട്ടിനകത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളിത് പോലീസ് എന്ന് പറയുന്നത് അപ്പം പുള്ളി അത്രയും കേരള പോലീസ് ഇതാണ് എപ്പോഴായാലും വിളിക്കപ്പെടും. പക്ഷേ ഒരു 10 ദിവസം മുമ്പേ ഇവിടെ വച്ച് നേപ്പാൾ പോകുന്ന സമയത്ത് വിളിക്കുമ്പോഴാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ ശരി പ്രതീക്ഷിച്ചതാണ് സമയത്ത് എതിർപ്പ് ഒന്നുമില്ലായിരുന്നു. റൂമിനകത്താണ് ഇവിടുന്ന് അമ്മയുടെ മൊബൈൽ ഫോൺ പോകുന്നത്. പിന്നെ ഒരു ഘട്ടത്തിൽ ഇങ്ങോട്ടും തിരിച്ചു വന്നിട്ടില്ല. ആ നെറ്റ്വർക്ക് അങ്ങനെ അങ്ങ് പോവാൻ ഡൽഹി വഴിയൊന്നും പോയി. കേരളത്തിൽ പിന്നെ വന്നിട്ടില്ല. കുട്ടിയത്ത് പോയി ഫോൺ വിറ്റു. ഡൽഹി പോയി ഒരു 1000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഹിന്റ് കിട്ടിയായിരുന്നു. നമ്മൾ ഡൽഹി പോയിരുന്നു, പക്ഷെ അവിടെ കൂടെ അന്വേഷണം നടത്തി കിട്ടിയില്ല. വളരെ ഫാസ്റ്റായി പുള്ളി ഡെസ്റ്റിനേഷനിലേക്ക് നാട്ടിൽ സുഹൃത്തുക്കളെല്ലാം ആരുമായിട്ടും വലിയ അടുത്തില്ല. ഏതാ പോവുക, കറങ്ങുക, കഞ്ചാവ് അടിക്കുക, ഇതാണ് ഉദ്ദേശം. ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടെ ജോലി കാശുണ്ടാക്കുക, പിന്നെ അതിന് അടുത്ത സ്ഥലത്ത് പോവുക, ഇങ്ങനെയൊക്കെയാണ് അത് ക്യാരക്ടർ. അപ്പോൾ അടുത്തുനിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഒരാളുമായിട്ട് വഴക്കുണ്ടായി, അവിടെ നിന്ന് കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോയി, അവിടെ താമസം. അപ്പം എവിടെ ചെന്നാലും ഒരു ജോലി കിട്ടും. ഹൗസ് കീപ്പിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഹോട്ടൽ, ബാർ ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് എവിടെ ചെന്നാലും ജോലി കിട്ടും. അതാണ് കൊണ്ടുവരുന്നത്. തന്നെ പോകാൻ മടിയില്ല. ഇല്ല, നേരെ ഇവിടുന്ന് പോയി ഡൽഹി പോയിട്ട് നേരെ കാശ്മീർ പോവുക ചെയ്തു. കൂടുതലായിട്ട് നിൽക്കില്ല, ഒരു മാസത്തിന് മേലെ ഒന്നും നിൽക്കുന്നില്ല. അവിടെ നിൽക്കും, ആ ഒരു മാസം ശമ്പളം നിന്ന് അടുത്ത മാറും. അങ്ങനെ മാറി 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 നിന്നു പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. തുറന്ന നടപടി എന്ന് പറഞ്ഞാൽ ഇനിയും പിന്നെ കോടതി ഹാജരാക്കും. കാര്യം അവിടെ കോടതി ഹാജരാക്കിയിട്ടാണ് വന്നേക്കുന്നത്. ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങിച്ചാൽ വന്നേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ നമ്മൾ കോടതി ഹാജരാക്കിയിട്ട് പിന്നെ കസ്റ്റഡി വാങ്ങിക്കും. കസ്റ്റഡി വാങ്ങിച്ചിട്ട് തെളിവെടുപ്പുണ്ട്. ഏതാ ഉണ്ടാകും. പിന്നെ തെളിവെടുപ്പ് പിന്നെ ഉണ്ടാകും. അത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. 24, 26, 26, 26. ഞാനുമായിട്ട് അങ്ങനെ കോണ്ടാക്ട് ഞങ്ങളൊരു 2.5 വർഷത്തെ പുള്ളിയുടെ ഇതുവരെയുള്ള CBR സാധനത്തിലെടുത്താൽ വളരെ കുറച്ച് വിളിയുള്ളൂ. അപ്പോൾ ഈ 2 വർഷം സ്ഥിരമായിട്ട് വിളിക്കുന്ന ആരുമില്ല. ഇപ്പോഴും ഇവിടെ ജോലി ചെയ്ത് വിളിക്കുന്ന ആരെങ്കിലും പിന്നെ ഇങ്ങനെ പിടഞ്ഞു പോകുന്ന സമയത്ത്, ഇതിനു മുമ്പ് ഇങ്ങനെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പിടഞ്ഞു പോകുന്ന സമയത്ത് ഇതേ കണക്ക് തന്നെയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതേ മോഡസ് ഓപ്പറേഷൻ ഇപ്പോഴും ഉള്ളത്. ആ പോയ സമയം ഇതിന് മുമ്പ് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കുമാണ് നമ്മൾ ഷാഡോ ചെയ്ത് അയാളുടെ പുറകെ പോയി. ഈ കേരളത്തിൽ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ പോലീസ് പുറകെ പോയി. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ എവിടെയൊക്കെ അയാൾ പോയിട്ടുണ്ടോ അവിടെയൊക്കെ പോലീസ് പുറകെ പോയി. നേരത്തെ പിടിക്കാനായിട്ട് ഇയാൾ പോകുമ്പോൾ അമ്മ മാത്രമായിരുന്നല്ലോ മരിച്ചത്. പുള്ളി അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനഗറിൽ പോയി വേറെ വർക്ക് ചെയ്ത ആൾക്കാരെ കൂട്ടുകാരുടെ ഫോൺ വാങ്ങിച്ചു അതിനകത്ത് യൂട്യൂബ് നോക്കിയപ്പോൾ സംഭവമൊക്കെ ഒന്ന് അറിഞ്ഞെന്ന് പറയുന്നുണ്ട്. അറിയാം എവിടെയാണ് പുള്ളിയെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ക്രൈം ചെയ്തത്. പോലീസ് അന്വേഷിക്കുന്നതായിട്ടും അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു.
പ്രതീക്ഷിക്കുന്നു. മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ പുറമെ തന്നെ പുള്ളിയുണ്ട്. അല്ല, വാർത്തകളൊക്കെ കാണുമ്പോൾ അതാ പറഞ്ഞത്. ഒരാളുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് യൂട്യൂബിൽ ഈ കേസിനെ കുറിച്ച് അടിച്ചു നോക്കിയപ്പോൾ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം എവിടെ എന്തായി, അപ്പോൾ മരിച്ചു, ഈ കാര്യങ്ങളെല്ലാം അറിയാം. ആദ്യം അപ്പൂപ്പനെയാണ് പറഞ്ഞത്. അപ്പൂപ്പനെ തറക്കടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ. അതായത് അപ്പൂപ്പനെ അടിച്ചിട്ട ശേഷം പിന്നെ അമ്മയെ ഫോൺ വിളിച്ച് വരുത്തിയത്. അമ്മ ഫോൺ വിളിച്ച് അകത്ത് വന്നപ്പം അമ്മയെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അവൻ്റെ റൂമിൽ കൊണ്ടുണ്ടാക്കി. പിന്നെയാണ് അമ്മ അറ്റാക്ക് ചെയ്യുന്നത്. അമ്മയെ ഫോൺ വിളിച്ചു. ആ സമയത്ത് ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പൂപ്പനെ അമ്മൂപ്പ കിടക്കുകയാണ്, തലയ്ക്ക് അടിച്ചു, ചുറ്റിയോണ്ട് അടിച്ചു. അങ്ങനെയാണ് കഴിച്ചില്ല, ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് അമ്മ വന്നു. അമ്മ വന്നപ്പോഴത്തേക്കും അപ്പൂപ്പൻ്റെ അടുത്ത് പോകാനായിട്ട് പിടിച്ചു. അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് പാട്ടൊക്കെ കേട്ടു. 2 പാട്ടൊക്കെ ടി വി ഇട്ടു. പാട്ട് ടി വി ഇട്ട് പാട്ട് കേട്ടു. പാട്ട് കേട്ടെല്ലാം ചെയ്ത് കാമായിട്ടുള്ളതിന് ശേഷമാണ് 6 മണി. ആ സമയത്ത് ലഹരിയിലായിരുന്നു. അല്ല, അല്ലല്ല, അമ്മയെ വിളിച്ചു വരുത്തിയതാണോ? അതെ. വിളിച്ചു വരുത്തിയ അമ്മ അവിടെ ഇല്ല. സ്ഥലത്ത് അവരുടെ ഏജൻസി നടക്കുന്നുണ്ട്. അല്ലല്ല, അമ്മ അവന് ഇവന് വിശക്കാണ്, ഭക്ഷണം എടുത്തിടാൻ പറഞ്ഞ വിളിച്ച് വരുത്തിയാണ്. അങ്ങനെ അമ്മ വരുമ്പോൾ വിളിച്ചു. അതായത് 16-ാം തീയതി വൈകിട്ടാണ് അല്ലേ? 3 മണിക്ക് 2 മണിക്കും 3 മണിക്ക് ഇടയ്ക്കാണ് പുള്ളിക്കാരൻ 6 മണിക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. കൊലപ്പെടുത്തി മരിച്ചുകൊണ്ട് ഉറപ്പാക്കിയതിന് ശേഷമാണ് അമ്മയെ വിളിച്ചു വരുന്നത്. മരിച്ചില്ല, പക്ഷേ ചിന്തിച്ചു. ഞരക്കം മാത്രമേ ഉള്ള ആ സമയം. എത്ര അടി അടിച്ചിട്ടാണ് പുള്ളിക്ക് ഓർമ്മയില്ല. ഒരുപാട് അടി അടിച്ചു എന്നാ പറയുന്നത്. 16-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് ഇറങ്ങുന്നത്. 2 മണി തൊട്ട് 3 വരെ ഈ ഒഫൻസ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ ഇട്ട് ഇതെല്ലാം കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഭക്ഷണം പാകം ചെയ്ത് ടി വി ഉണ്ട്, പാട്ട് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇതിന് ശേഷമാണ്. അത് മൊത്തം ഓംലെറ്റ് അടിക്കും. അത് അമ്മ വരുന്നതിനുള്ള അതിനകത്തൊരു പുള്ളിയെ എസ്കേപ്പ് ചെയ്യാൻ സഹായിച്ചത് പിറ്റേന്ന് ഉച്ചയോടുകൂടിയാണ് ഇത് പുറലോകം അറിയുന്നത്. ആ ടൈമിൽ അത് നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കേരളം വിട്ടു കഴിഞ്ഞു. ഇപ്പം പോകുന്ന വഴി നമ്മളൊരു 20 മണിക്കൂറോളം പുറകിലായിരുന്നു പോലീസ് പോക്കൊണ്ട്. പോകുന്നതിൻ്റെ ഓരോ വഴി നമ്മൾ 20 മണിക്കൂർ പുറകിലായി. അതാണ് പറ്റിയത് നമുക്ക്. ഈ ക്രൈം നമ്മൾ നോക്കിയാൽ ഒരാൾ മാത്രമാണെന്ന് പറഞ്ഞ് ഉറപ്പുണ്ടായിരുന്നു. അന്ന് രാവിലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഉണ്ടായിട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയായിരുന്നു. പോലീസ് അമ്മയും മകനും തമ്മിലുള്ളതായതുകൊണ്ട് ഇവരെ ഉപദേശിച്ചു. ഇവരെ മേലാഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. പക്ഷെ ഇവനെ ഉപദേശിച്ചു. അമ്മയും മകനുമായതുകൊണ്ട് ഇങ്ങനെ ഉപദേശിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ഉപദേശം സ്വീകരിച്ചു. അമ്മയും മകനുമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒത്തിരി കേസ് വരുന്നതാണല്ലോ പോലീസിന്. വീട്ടുവഴക്കം ഒത്തിരി വരുന്നതാണ്. എല്ലാം പോലീസ് പോയി സംസാരിച്ച് സെറ്റിലാക്കി വരുന്നതാണ്. അതെ. ശേഷം അമ്മയെ അപ്പൂപ്പനെ ചുറ്റിയിലൂടെ അടിക്കുകയാണ് ഉണ്ടായത്. കിടക്കുമ്പോൾ തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പൂപ്പനെ അമ്മയുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് അമ്മയെ ചുറ്റിയിലൂടെ അടിക്കുകയും എന്നിട്ടും ഞരക്കം തീരാനിട്ട് ഈ ഉളി കൊണ്ട് തലയിൽ കുത്തി. എന്നിട്ടും ചലനമുള്ളത് കൊണ്ട് തോന്നി തലനെടുത്ത് സ്മോദറിങ് ആണ്. അവർ വളരെ സൈലൻ്റ് ആണ്. കാമാൻ ക്വയറ്റ്. ഒരു കുഴപ്പമില്ല, ഒന്നും അറിയത്തില്ല, ഒന്നുമില്ല, സിമ്പിൾ. ഇപ്പോഴും അത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. വളരെ കൂളാണ്. ഇതേ കൂളായിട്ടാണ് പുള്ളി. യാതൊരു കുറ്റബോധവും ഇല്ല. ലഹരി അങ്ങനെ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അഡിക്റ്റ് അല്ല, കഴിക്കും. മറ്റൊന്നുമില്ല, വേറൊന്നുമില്ല. ഓക്കെ.